അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ന്യൂ ഇയറിന്റെ തിരക്ക് സ്റ്റാർട്ട് ചെയ്തായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇന്നൊരു ന്യൂ ഇയർ ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ന്യൂ ഇയർ ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു ഈസി ഡിഷ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെജിറ്റേറിയൻ ഡിഷും കൂടിയാണ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇയർ എൻഡിങ് അല്ലേ, അപ്പൊ ഒരു വെജിറ്റേറിയനിൽ തന്നെ നിർത്തിക്കളയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ആക്കാൻ പോകുന്നത് ബീൻസിനെ കൊണ്ടൊരു അടിപൊളി ആയിട്ടാണ്. അപ്പൊ അതെങ്ങനെയാക്കാന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീൻസാണ് വേണ്ടത്. ഞാനിവിടെ ബീൻസ് കഴുകിയിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു ക്ലോത്ത് വെച്ച് ആ വെറ്റൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നനഞ്ഞിട്ട് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനൊരു കടായി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിലൊന്ന് കടായി ചൂടായി വരട്ടെ. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എത്രയാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നമുക്ക് വേണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എപ്പോഴും പോലെ തന്നെ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിലും എടുക്കാം. അപ്പം നമുക്ക് ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മൾ ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫുൾ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീൻസ് ഡയറക്റ്റ് ഒരു ഉപ്പോ മുളകോ മഞ്ഞളോ ഒന്നും ഇടാണ്ട് ഡയറക്റ്റ് നമ്മൾ ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീൻസ് നന്നായി ഓയിൽ ഫ്രൈ ആയതിന് ശേഷം, അതായത് ഡീപ്പ് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഓയിലിൽ നിന്ന് നമുക്കത് പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലോട്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വെച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യുക. ഓയിലിൽ നിന്ന് നന്നായി ഫ്രൈ ആയതിന് ശേഷം മാത്രം ഓയിലിൽ നിന്ന് നമുക്കത് എടുക്കാം. അപ്പം ഞാനിവിടെ ഇവിടെയുള്ള ബീൻസ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ബീൻസും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ രണ്ടാമതിട്ട ബീൻസും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആയതിനു ശേഷം നമുക്കതെല്ലാം ഓയിലിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ കടായി ഇവിടെ വീണ്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഗ്യാസ് വെക്കുക. എന്നിട്ട് കടായി ചൂടായി വരുമ്പോൾ 2-3 ടേബിൾ സ്പൂണിൻ്റെ വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ കരിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പാച്ചുല വെച്ചിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 കായ്മുളകും നേർങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കായ്മുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 4-5 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ, മീഡിയം സൈസ് അല്ല, കുറച്ച് വലിയ ഉള്ളി തന്നെയാണ്. അത് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്.
അതായത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം ഈ ഒരു ഗോൾഡനിഷ് കളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീൻസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ വീട്ടിൽ ഈ ഡിഷ് ആക്കാറുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകല്ലേ. കാരണം ഇതൊരു ചൈനീസ് ഐറ്റം കൂടിയാണ് കേട്ടോ. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആക്ച്വലി ഇതൊരു ചൈനീസ് ഐറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ചൈനീസ് ഐറ്റം ഇങ്ങനെയല്ല കേട്ടോ ആക്കുക. ഞാനിവിടെ എൻ്റെ കുറച്ച് ഇന്ത്യൻ ഫ്ലേവേഴ്സ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഒരു ടൈം നമ്മൾ ഇതിലേക്ക് ഇനി സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷല്ലേ ഇത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ മറന്നു പോകില്ലേ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഇത് ഉണ്ടാക്കുന്നതെന്നും പറയണേ എന്നോട്. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഈസി ആയിട്ടുള്ളൊരു ചൈനീസ് ഐറ്റമാണ്, പക്ഷെ ഇന്ത്യൻ ഫ്ലേവേഴ്സിൽ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബീൻസും ഒരു ഉള്ളിയും ഒരു വെളുത്തുള്ളിയും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണിത്. അപ്പൊ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡിഷിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പേരറിയെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറന്നു പോകില്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കൊല്ലം കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ.